ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ തുമ്പി ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ഈ ട്രിപ്പ് കുംഭമേള 2025 ഇന്ന് 3ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രയാഗ്രാജിൽ ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ ദിവസം. ഇന്നലെ നമ്മൾ രാത്രികാല കാഴ്ചകളൊക്കെയാണ് കണ്ടത്. ഇന്ന് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം നിറവേറ്റുന്ന ദിവസമാണ്. അതായത് ത്രിവേണി സംഗമത്തിൽ ഒരു സ്നാൻ. ബസന്ത് പഞ്ചമി ദിവസമാണെന്ന്. ത്രിവേണി സംഗമം എന്ന് പറയുമ്പോൾ ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികൾ, പവിത്രമായ 3 നദികൾ ഒന്നിച്ചു ചേരുന്ന ആ ഒരു പുണ്യമായ സ്ഥലം സംഗംസ്ഥാൻ എന്നാണ് അതിനെ പറയുന്നത്. ഇന്ന് ഫെബ്രുവരി 3. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ബസന്ത് പഞ്ചമി സ്നാനാണ്. ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെ, അതായത് ശിവരാത്രി ദിവസമാണ് ഫെബ്രുവരി 26. അത്രയും ദിവസം നീളുന്ന ഈ കുംഭമേളയിൽ നിരവധി സ്നാനുകളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പം അതിലെ 3ാമത്തെ സ്നാനാണ് ബസന്ത് പഞ്ചമി. അതിനുവേണ്ടിയാണ് ഞങ്ങൾ തയ്യാറായി വന്നിരിക്കുന്നത്. സംഘസ്ഥാനത്തേക്ക് പോകാനായിട്ട് നമുക്ക് ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് ബോട്ട് സർവീസാണ്. നിരവധി ബോട്ട് സർവീസുകൾ ഇവിടെ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളിലേക്ക്. അപ്പോൾ ഈ സംഘസ്ഥാനത്തേക്കുള്ള ബോട്ട് എവിടെയാണെന്ന് അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ചില സ്ഥലത്തൊക്കെ ഞങ്ങൾ ചെല്ലും, ഞങ്ങൾ തിരിച്ചുവിടും. കാരണം അത് ചിലപ്പോൾ VIP ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ട് ഞങ്ങളെ മടക്കി അയക്കും അവർ. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് പോകേണ്ട ആ ഒരു ഗട്ട് അല്ലെങ്കിൽ ആ ബോട്ട് അടുക്കുന്ന സ്ഥലം എവിടെയാണെന്ന് നോക്കി ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. രാജീവേട്ടനും റിജിയേട്ടനൊക്കെ ഞങ്ങൾക്ക് പോകേണ്ട ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയുള്ള വിലപേശലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ ക്യാമറയിലാക്കി. നിരവധി ആളുകൾ കാവിക്കൊടിയുമേന്തിയൊക്കെ ഈ സ്നാൻ ഘട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇന്ന് ബസന്ത് പഞ്ചമി സ്നാനാണ്, സരസ്വതിക്ക് പ്രാധാന്യമുള്ള സ്നാൻ. അതുകൊണ്ട് നിരവധി നിറത്തിലുള്ള കുങ്കുമങ്ങൾ ഇവിടെ വിൽക്കുന്ന കച്ചവടക്കാരെയൊക്കെ കാണാം. അതിവിശാലമായ ആ ഗംഗയിലേക്ക് ഒന്ന് നോക്കിയേ. എത്ര ബോട്ടുകളാണല്ലേ സർവീസ് നടത്തുന്നത്. സംഘംസ്ഥാനത്തേക്കും അവിടുന്ന് തിരിച്ചും ചെറു ബോട്ടുകളും അതുപോലെ ഡബിൾ ഡെക്കർ ബോട്ടുകൾ വരെ ഇവിടെ യാത്രക്കാർക്ക് വേണ്ടി സൗകര്യമൊരുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബോട്ടെത്തി. ഞങ്ങൾ അകത്തേക്ക് കയറി. ഒരു അബദ്ധം പറ്റി. നമ്മുടെ ചെരുപ്പ് താഴെ ഡെക്കിൽ ഊരി വെച്ചിട്ട് വേണം ബോട്ടിന്റെ ഫ്രണ്ടിൽ പോയിരിക്കാനായിട്ട്. ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ 5 പേരെ കൂടാതെ ഒരു രാജസ്ഥാനിൽ നിന്നുള്ളൊരു ഫാമിലിയും അതുപോലെ ഒറീസയിൽ നിന്നുള്ളൊരു ഫാമിലിയും ഈ ബോട്ടിലുണ്ട്. ഞങ്ങൾ സംഘസ്ഥാനത്തേക്ക് യാത്ര തുടർന്നു. ഞങ്ങൾ ത്രിവേണി സംഗമത്തിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ ഈ യാത്രയ്ക്ക്, അതായത് സംഘംസ്ഥാനത്തേക്കും അവിടുന്ന് തിരിച്ചും ഉള്ള യാത്രയ്ക്ക് വേണ്ടി ഈ പയ്യന്മാർ ചാർജ് ചെയ്യുന്നത് 5000 രൂപയാണ്. അതായത് ഒരാൾക്ക് 1000 രൂപ വെച്ചിട്ട്. ബാർഗെയിൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടിയത്. ചിലവരൊക്കെ 10,000 കൂടുതൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 8 പേര് 9 പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരൊറ്റ ട്രിപ്പിന് തന്നെ 10,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ ഇവർ ഒരു ദിവസം ചിലപ്പോൾ 5 or 6 ട്രിപ്പ് ചെയ്യാം. ഒരു ദിവസം അവരുടെ വരുമാനം എന്ന് പറയുന്നത് 60,000-70,000 രൂപയൊക്കെയാണ് അല്ലേ. ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചിരുന്നു, ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് ഒരു ഫാമിലി ബോട്ട് സർവീസ് നടത്തിയിട്ട് മാത്രം 2 കോടി സമ്പാദിച്ചു എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു മേള കൊണ്ട് തന്നെ എത്രമാത്രം വരുമാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായി കൊടുക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കണ്ടില്ലേ, ഭരണാധികാരികൾ എന്താ ചെയ്യുന്നത്? ലോട്ടറി വിൽക്കുക, മദ്യം വിൽക്കുക, കഞ്ചാവ് വിൽക്കുക, ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള ടൂറിസത്തിലൂടെ, ആത്മീയ ടൂറിസം ആയിക്കോട്ടെ, എന്തായാലും ആ ടൂറിസത്തിലൂടെ വരുമാനം കണ്ടെത്തുക എന്നതായിരിക്കണം സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം അല്ലേ. അങ്ങനെ 1/2 മണിക്കൂർ നീണ്ട ഒരു ബോട്ട് യാത്രയ്ക്ക് ശേഷം നമ്മളിതാ സംഘംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ യാത്രയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണോ അത് സാക്ഷാത്കരിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം. അതായത് ഒരു സ്നാനു വേണ്ടിയാണ് നമ്മൾ ഇത്ര ദൂരം ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ. അതും ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനുകളിൽ ഒന്നായ ബസന്ത് പഞ്ചമി. ഗംഗ, യമുന, സരസ്വതി ഇവ ഒന്നിക്കുകയാണ് ഇവിടെ. ജനങ്ങൾ അവിടെ ഇറങ്ങി കുളിക്കുന്നു. സരസ്വതി നമുക്ക് കാണാൻ പറ്റില്ല. ഗംഗയുടെയും യമുനയുടെയും താഴെ കൂടി ഒഴുകുന്ന ഒരു പ്രവാഹമാണ് സരസ്വതി. ആ സരസ്വതിയെ സങ്കല്പ സരസ്വതിയായി സങ്കല്പിച്ചുകൊണ്ടാണ് നമ്മളിവിടെ നമ്മുടെ എല്ലാ പാപങ്ങളും തീർക്കുന്നത്. നമ്മൾ ചെയ്ത, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ പാപങ്ങളും ഇവിടെ തീർക്കുന്നു എന്നാണ് സങ്കല്പം. ഗംഗയിൽ മുങ്ങിയാൽ, പ്രത്യേകിച്ച് ഈ സംഘംസ്ഥാനത്ത് മുങ്ങിയാൽ പിന്നെ പാപങ്ങളൊന്നുമില്ല. നമ്മൾ മോക്ഷത്തിലേക്കുള്ള ഒരു യാത്രയിൽ നാം തയ്യാറായി എന്നർത്ഥം. എന്തൊരു അനുഭൂതിയാണെന്നറിയാം ഇവിടെ നിൽക്കുമ്പോൾ. ഇതാ റിജിയേട്ടനും രാജീവേട്ടനും ഒക്കെ സ്നാനത്തിന് വേണ്ടി തയ്യാറായി കഴിഞ്ഞു. ഞാൻ നേരത്തെ തന്നെ ശ്രീധരേട്ടന്റെയും സനലേട്ടന്റെയും ഒപ്പം തന്നെ ഇവിടെ ഇറങ്ങിയതാണ്. പിന്നീട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. റിജിയേട്ടൻ ഞങ്ങളുടെ ആത്മീയ ഗുരു കൂടിയാണ്. അദ്ദേഹത്തിന് അത്യാവശ്യം മന്ത്രങ്ങളൊക്കെ സ്വായത്തമാണ്.
സ്നാനം ചെയ്യേണ്ട സമയത്ത് ഏത് മന്ത്രം ഉരുവിടണം, അതുപോലെ ശിവഭഗവാനെ ധ്യാനിക്കാനുള്ള മന്ത്രങ്ങൾ, അതൊക്കെ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം ഗംഗയിൽ സ്നാനം ചെയ്യാൻ, ഗംഗയിലല്ല ഈ സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. हरे हरे महादेव, हरे हरे महादेव। ओम नमः शिवाय, ओम नमः शिवाय, ओम नमः शिवाय। അങ്ങനെ ആ പവിത്രമായ സംഗമസ്ഥാനത്ത് ഞാൻ മുങ്ങി നിവർന്നു. ശരിക്കും എനിക്കൊരു ഭാഗ്യം പോലെയാണ് തോന്നിയത്, ഒരു നിയോഗം അല്ലെങ്കിൽ നിമിത്തം എന്നൊക്കെ പറയാം. ഞാനൊരിക്കലും വിചാരിച്ചിരുന്നതല്ല കുംഭമേള പോലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്നാനങ്ങളിലൊക്കെ പങ്കെടുക്കുമെന്നുള്ളത്. പക്ഷേ ദുബായിലെ ഈ ഒരു കൂട്ടായ്മയിൽ ചേർന്നതിൽ പിന്നെ, അതുപോലെ ഇത്തരം സുഹൃത്തുക്കളെ കിട്ടിയതിൽ പിന്നെയാണ് ഞങ്ങളുടെ ആത്മീയമായ യാത്രകൾ കുറച്ചുകൂടി കൂടിയത്. ഗംഗയുടെ ഈ ഭാഗത്തുള്ള വൃത്തി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഒരു തരി അഴുക്ക് പോലുമില്ല. വെള്ളത്തിന്റെ ലെവല് അല്പം കുറവാണ്, നമുക്ക് മുങ്ങി നിവരാനായിട്ടുള്ള അധികം വെള്ളമില്ലെങ്കിലും നല്ല ഒഴുക്കുണ്ട്, അതുപോലെ നല്ല വൃത്തിയുള്ള ജലമാണ്. ഗംഗ മലിനപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അത് കുറച്ച് കാര്യങ്ങൾ അതുണ്ട്, വേറൊരു സ്ഥലത്തായിരിക്കാം. പക്ഷേ ഈ പ്രദേശങ്ങൾ യാതൊരുവിധ മാലിന്യമില്ലാതെ പരിരക്ഷിക്കുന്നുണ്ട്. എത്ര നേരമാണ് ഞങ്ങൾ ഈ പുണ്യമായ സംഗം സ്ഥാനത്ത് ചിലവഴിച്ചത്. ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നു. വന്ന അതേ ബോട്ടിൽ തന്നെ കയറി തിരിച്ചു പോവുകയാണ്. വസന്ത പഞ്ചമിക്ക് മറ്റു പേരുകളുണ്ട്. വസന്ത പഞ്ചമി, ശ്രീപഞ്ചമി, സരസ്വതി പഞ്ചമി എന്ന പേരുകളാണത്. ശരിക്കും വസന്തകാലത്തിന്റെ ആരംഭം സൂചിപ്പിക്കുന്ന ദിവസം. അതുമാത്രമല്ല, ഹിന്ദുമാസമായ മാഘയിലെ 5-ാമത്തെ ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. സംഗീതത്തിന്റെയും കലകളുടെയും പഠനത്തിന്റെയും ദേവതയായ സരസ്വതിയെ ആരാധിക്കുന്ന ഒരു ഉത്സവം. അതുമാത്രമല്ല, ഇന്നു മുതൽ 40 ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന ഹോളി ആഘോഷങ്ങളുടെ ഒരു ഒരുക്കം കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മനസ്സിലേറെ ആഗ്രഹിച്ച ഒരു കാര്യം നടത്തിയതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ സംഗം സ്ഥാനത്ത് നിന്ന് പോകുന്നത്. ഇനി ഞങ്ങൾ പോകുന്നത് ശിവാലയയിലേക്കാണ്. നമ്മൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു, പക്ഷേ സമയം കഴിഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. ഇപ്പൊ സമയം 6 മണിയായിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എന്തുകൊണ്ടും നല്ലതാണ് ശിവാലയം സന്ദർശിക്കാൻ. കാരണം പകൽവട്ടത്തിലും കാണാം, രാത്രി കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അകത്തേക്ക് കയറി. ആദ്യം നമ്മൾ കാണുന്നത് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച പാലാഴി മദനത്തിന്റെ ഒരു പ്രതീകമാണ്. ഇപ്പൊ എന്താണെന്നാവോ, ഞാൻ എവിടെ ചെന്നാലും പാലാഴി മദനം കാണുന്നുണ്ട്. കഴിഞ്ഞ യാത്രയിൽ തായ്ലൻഡിൽ എയർപോർട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു പാലാഴി മദനത്തിന്റെ വലിയൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രതീകം കണ്ടിരുന്നു. ശരിക്കും കുംഭമേള എന്ന മഹോത്സവത്തിന്റെ അല്ലെങ്കിൽ പുണ്യ തീർത്ഥാടനത്തിന്റെ മഹത്വവും അതുപോലെ ഹിന്ദുധർമ്മത്തിന്റെ ആത്മീയതയും ഒക്കെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ് അരേൽ മുനിസിപ്പാലിറ്റി ഇത്തരത്തിലൊരു പാർക്ക് ഇവിടെ സ്ഥാപിച്ചത്. ഇതിനെ പാർക്കെന്നോ മ്യൂസിയം എന്നോ നമുക്ക് വിശേഷിപ്പിക്കാം. ഇതൊരു ക്ഷേത്രമല്ല. ഏകദേശം 17 കോടി രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്രാപ്പുകളാണ്. അതായത് ഇരുമ്പ് പുനരുപയോഗിച്ചാണ് ഇതിലെ മിക്ക നിർമ്മാണങ്ങളും നടത്തിയിരിക്കുന്നത്. അത് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. വേസ്റ്റായി പോകേണ്ട ഇരുമ്പ് മാലിന്യങ്ങളിൽ നിന്ന് ഒരു മ്യൂസിയമോ അല്ലെങ്കിൽ ഒരു പാർക്കോ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു അല്ലേ? ഒരാൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ്. എത്രയോ ആളുകളാണ് ഇത് സന്ദർശിക്കാൻ വരുന്നത്. ഞങ്ങൾ പാർക്കിന്റെ സെൻട്രൽ ഏരിയയിലോട്ട് കടക്കുകയാണ്. ഇവിടെ സഞ്ചാരികൾക്ക് 12 ജ്യോതിർലിംഗങ്ങളുടെയും ഇന്ത്യയിലെ 5 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെയും മിനിയേച്ചറുകൾ കാണാനുള്ള അവസരമാണ് സമ്മാനിക്കുന്നത്. ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ ക്ഷേത്രങ്ങളുടെയും ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, ആന്ധ്രാപ്രദേശിലെ മല്ലികാർജുന സ്വാമി ക്ഷേത്രം, മധ്യപ്രദേശിലെ മഹാകാലേശ്വര ക്ഷേത്രം, അതുപോലെ മധ്യപ്രദേശിൽ തന്നെയുള്ള ഓങ്കാരേശ്വര ക്ഷേത്രം,
ജാർഖണ്ഡിലെ ബൈദ്യനാഥ് ക്ഷേത്രം, മഹാരാഷ്ട്രയിലെ ഭീംശങ്കർ, തമിഴ്നാട്ടിലെ രാമേശ്വരം, ഗുജറാത്തിലെ നാഗേശ്വർ ക്ഷേത്രം, അതുപോലെ ഉത്തർപ്രദേശിലെ വളരെ പ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രം, മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വര ക്ഷേത്രം, ഉത്തരാഖണ്ഡിലെ കേദാർനാഥ്, മഹാരാഷ്ട്രയിലെ കൃഷ്ണേശ്വർ ക്ഷേത്രം, ഇവയാണ് ആ 12 ജ്യോതിർലിംഗങ്ങൾ. ഇവയെ കൂടാതെ 5 ക്ഷേത്രങ്ങളുടെ മാതൃക കൂടിയുണ്ട്. അത് ഹിമാചൽ പ്രദേശിലെ ബൈജ്നാഥ് ക്ഷേത്രം, നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രം, ഒഡീഷയിലെ ലിംഗരാജ, ആന്ധ്രാപ്രദേശിലെ വീരഭദ്ര ക്ഷേത്രം, അതുപോലെ തമിഴ്നാട്ടിലുള്ള ഒരു ക്ഷേത്രം കൂടി ഇവിടെയുണ്ട്. കുംഭമേളയുടെ ഭാഗമായിട്ട് നിരവധി അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ ഈ ശിവാലയ പാർക്കിൽ വരുത്തിയിട്ടുണ്ട്. അതെന്തായാലും അധികാരികളുടെ ഒരു ബുദ്ധിപരമായ നീക്കമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കുംഭമേളയ്ക്ക് തന്നെ കോടാനുകോടി ആളുകളാണ് ഇവിടെ എത്തുന്നത്. അതിൽ ഒരു ഭാഗം മാത്രം ഇവിടെ വന്നാൽ തന്നെ ഈ ശിവാലയ പാർക്ക് സന്ദർശിച്ചാൽ എത്ര രൂപയുടെ വരുമാനമായിരിക്കും ഉണ്ടാവുന്നത്? 50 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. അങ്ങനെ കാഴ്ചകൾ കണ്ടു നടക്കെ നേരം ഇരുട്ടി തുടങ്ങി. നേരം ഇരുട്ടിയപ്പോഴാണ് ശിവാലയ പാർക്ക് കൂടുതൽ ഭംഗിയായതെന്ന് എനിക്ക് തോന്നി. 5 ക്ഷേത്രങ്ങളും അതുപോലെ ജ്യോതിർലിംഗങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഓരോ ആ ഏരിയ ഉണ്ടല്ലോ, അതെല്ലാം കൂടുതൽ തിളങ്ങി നിൽക്കുന്നു. വിവിധ വർണ്ണങ്ങളിലാണ് തിളങ്ങി നിൽക്കുന്നത്. അത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രവും അതുപോലെ മധ്യപ്രദേശിലെ മഹാകാലേശ്വര ക്ഷേത്രവുമാണ് ഈ കാണുന്നത്. ലൈറ്റിൽ കുറച്ചുകൂടി തിളങ്ങി നിൽക്കുകയാണ് ഈ 2 ക്ഷേത്രവും. സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്നത് ശിവന്റെ 12 ആദി ജ്യോതിർലിംഗങ്ങളിൽ ആദ്യത്തേതാണ്. ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് സോമനാഥ ക്ഷേത്രം. മധ്യപ്രദേശിലെ ഓങ്കാരേശ്വര ക്ഷേത്രം. മധ്യപ്രദേശിൽ ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു ദ്വീപിലാണ്. മന്ദാത നദിയിലുള്ള ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ഓങ്കാരേശ്വര. ഈ ഓങ്കാരേശ്വരയുടെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യൻ 2 ക്ഷേത്രങ്ങളുണ്ട്. ആന്ധ്രയിലെ ശ്രീ മല്ലികാർജുന ക്ഷേത്രവും അതുപോലെ നമ്മുടെ രാമേശ്വരത്തെ രാമേശ്വര ക്ഷേത്രവും. എന്തുകൊണ്ടും ഒരു ദിവസം നമുക്ക് അല്ലെങ്കിൽ ഒരു അര ദിവസമെങ്കിലും ചെലവഴിക്കാനുള്ള വകയുണ്ട് ഈ ശിവാലയ പാർക്കിൽ. അതുകൊണ്ട് പ്രയാഗ്രാജിൽ വരുന്നവർ നിശ്ചയമായിട്ടും ശിവാലയ പാർക്ക് സന്ദർശിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. പാർക്കിന്റെ സെൻട്രൽ ഏരിയയിലേക്ക് കടക്കുന്ന വഴി നമ്മളൊരു കനാല് കണ്ടിരുന്നു. ആ കനാലാണ് ഈ കാണുന്നത്. നിരവധി ബോട്ട് സർവീസുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കനാലാണിത്. ബോട്ട് സർവീസ് എന്ന് പറയുമ്പോൾ ചെറിയ ബോട്ടുകളാണ് കേട്ടോ. 3-4 പേർക്ക് ഇരുന്നിട്ട് തുഴഞ്ഞു പോകാവുന്ന രീതിയിലുള്ള ബോട്ടുകൾ. അപ്പോൾ ഈ ബോട്ടുകൾ കയറി നമുക്ക് എന്ത് ചെയ്യാം, ഈ 12 ജ്യോതിർലിംഗങ്ങളും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ക്ഷേത്രങ്ങളുടെയൊക്കെ മുന്നിലൂടെ തുഴഞ്ഞ് അതെല്ലാം നമുക്ക് കണ്ടു നടക്കാം. ഒരു ചെറിയൊരു പാർക്കാണെങ്കിലും എന്തെല്ലാം സൗകര്യങ്ങളാണ് അധികൃതർ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. പാർക്കിന്റെ സെൻട്രൽ ഏരിയയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ഇപ്പം നമ്മൾ കയറി വന്ന ആ എൻട്രൻസിനടുത്തുള്ള യാർഡ് ഉണ്ടല്ലോ, അവിടെ തന്നെ നിൽക്കുകയാണ്. അവിടെയാണ് നന്ദികേശന്റെയും അതുപോലെ പാലാഴി മദനത്തിൻ്റെയൊക്കെ പ്രതീകങ്ങളൊക്കെ ഉള്ളത്. ഇപ്പോൾ അത് കളർഫുൾ ആയിട്ടുണ്ട്. രാത്രി ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിരവധി കളർ ഇങ്ങനെ മാറി മാറി വരുന്നു ആ പാലാഴി മദനത്തിൻ്റെ വിഗ്രഹത്തിന് മുന്നിലായിട്ട്. നിരവധി ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വിദേശികളടക്കം. ശരിക്കും ഒരു അത്ഭുതം തന്നെ. മാലിന്യത്തിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് എന്ന് പറയാവുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ശിവാലയ പാർക്ക് എന്ന് എഴുതിയിരിക്കുന്നതും ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ അതിന് തൊട്ട് ചേർന്നായിട്ട് വലിയൊരു ശിവന്റെ രൂപം, അവിടെ ശിവാലയ എന്നും നമശിവായ എന്നൊക്കെ നിരവധി ലാംഗ്വേജുകളിൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള നിരവധി ഭാഷകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ശിവാലയ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളിപ്പോൾ യമുനാ തീരത്തോടെ നടക്കുകയാണ്. ഞങ്ങൾ താമസിക്കുന്ന ടെൻ ഹൗസ് അരയിൽ മുനിസിപ്പാലിറ്റിയിലാണുള്ളത്. അത് യമുനാ തീരത്താണ്. പക്ഷേ കുംഭമേളയുടെ സവിശേഷമായ പ്രോഗ്രാമുകൾ നടക്കുന്നത് ഗംഗാ തീരത്താണ്. ഇപ്പോൾ യമുനാ തീരത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അകലെ നല്ല വെട്ടം കാണുന്നില്ലേ? അവിടെയാണ് കുംഭമേളയുടെ എല്ലാ പ്രോഗ്രാമുകൾ നടക്കുന്നത്.
അഗാഡയിലെ സന്യാസി ശ്രേഷ്ഠന്മാരും അതുപോലെ നാഗസന്യാസിമാരൊക്കെ ഒത്തുചേരുന്ന സ്ഥലം അവിടെയായിരിക്കും. അതുപോലെ നിരവധി കലാപരിപാടികളും അവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ കാരണം ഇതൊരു VIP ഏരിയയാണ്. ഗംഗാതീരത്ത് ചിലപ്പോൾ അത്രയ്ക്ക് സൗകര്യമൊന്നും ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തത്. പക്ഷെ അത് ചെറിയൊരു അബദ്ധവുമായി. കാരണം നമുക്ക് പ്രധാനപ്പെട്ട കുംഭമേളയുടെ പരിപാടികൾ കാണണമെങ്കിൽ ഗംഗാതീരത്ത് പോകണം. അവിടേക്ക് ചെല്ലണമെങ്കിൽ ഒത്തിരി ദൂരം നടക്കണം. 3-4 കിലോമീറ്റർ ഉണ്ട്. അല്ലെങ്കിൽ ബൈക്കോ ചെറിയ ടുക് പോലെയുള്ള വാഹനങ്ങളിലേക്ക് കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അതെപ്പോഴും കിട്ടിയെന്ന് വരില്ല. എന്തായാലും നാളെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. ഏറെ നാളത്തെ ആഗ്രഹമായ ത്രിവേണി സംഗമത്തിലെ സ്നാനവും അതുപോലെ ശിവാലയ പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇനി തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്, ഞങ്ങൾ ടെന്റ് ഹൗസിലേക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നത് കണ്ടു. നല്ല മ്യൂസിക്കാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. രാംലീലയാണ് നടക്കുന്നത്. രാംലീലയുടെ ചെറിയൊരു വെർഷൻ. കുംഭമേളയുടെ ഭാഗമായിട്ട് ഇതുപോലെ നിരവധി സ്റ്റേജുകളിൽ നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. എല്ലാം ഹിന്ദുമതത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കഥകളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. ചിലപ്പോൾ ഭജൻസ് ആവാം, അല്ലെങ്കിൽ ഡ്രാമകളാവാം. എന്തായാലും കാണാൻ നല്ല രസമാണത്. ഇവിടെ സ്റ്റേജിൽ ഇതാ ശ്രീരാമനും ലക്ഷ്മണനും സീതയുമായിട്ട് 3 പേർ ഇരിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഒരാൾ ഇതിന്റെ കഥകളോ അല്ലെങ്കിൽ ഇതിന്റെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകളൊക്കെ പാടുന്നു. നമുക്ക് അവിടെ ചെന്നിട്ട് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ശ്രീധർ സ്വാമിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. ശ്രീധരേട്ടൻ ഭക്തിയുടെ അത്യുന്നതമായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം സ്റ്റേജിൽ കയറിയിട്ട് അവരെ അനുഗ്രഹിക്കുക മാത്രമല്ല, അവർക്ക് ആരതി ഒഴുകുകയും ചെയ്തു. ദൈവങ്ങൾക്ക് ഒരു സന്യാസി വര്യന്റെ അനുഗ്രഹാശിസുകൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഞങ്ങൾ പതുക്കെ സ്റ്റേജിൽ നിന്നിറങ്ങി വീണ്ടും നടന്ന് നമ്മുടെ കമൽ ദ്വാർ, ഇതാണ് ഞങ്ങളുടെ ലാൻഡ്മാർക്ക്. ഞങ്ങളുടെ ടെന്റ് ഹൗസിന്റെ അടുത്തുള്ള ഒരു വലിയ കവാടങ്ങളിൽ ഒന്നാണ് കമൽ ദ്വാർ എന്ന് പറയുന്നത്. കുംഭമേളയുടെ യാത്രയിൽ നമുക്ക് പല ഏരിയയിലും ഇത്തരത്തിലുള്ള കവാടങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഗംഗാതീരത്തെ വിശേഷവുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരാം. ബൈ.